ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങേക്ക് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കും. സർ, ഈ സഭയുടെ പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ പിന്നെ പറഞ്ഞിട്ടുള്ള ഭേദഗതികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ സബ്ജക്ട് കമ്മിറ്റിയിൽ വെച്ച് ചർച്ച ചെയ്യും, കഴിവിന്റെ പരമാവധി വെച്ച് അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. 2-3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത്, ഒന്ന്, ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ ചേർത്തുകൂടാ, കൂടുതൽ വിഭാഗങ്ങളെ ചേർത്തുകൂടാ എന്നുള്ളത്. അതിലൊന്ന്, ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് സർ നമ്മുടെ 2007 ദി കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദി SC ആൻഡ് ST നിലവിലുണ്ട്. അതുപോലെ തന്നെ SC ST ഒഴികെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി 1993 കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് നിലവിലുണ്ട്. അതിനാൽ മൈനോറിറ്റിയുടെ നിർവചനത്തിൽ കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങളെ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല, മൈനോറിറ്റി എന്ന പദം കേന്ദ്ര ആക്ടിൽ നിർവചിച്ചിട്ടുള്ളതിനാൽ അതിന് വിരുദ്ധമായ ഒരു നിർവചനം സംസ്ഥാന ആക്ടിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. പക്ഷെ എന്നിരുന്നാലും സർ, നമ്മുടെ കേരളത്തിലുള്ള കുറേയധികം പ്രത്യേകമായിട്ടുള്ള ചില വിഭാഗങ്ങളുണ്ട്. നമ്മുടെ നിലമ്പൂരൊക്കെ ഉള്ള പാത്രം ഉണ്ടാക്കുന്ന കുഴപ്പന്മാരെന്ന് പറയുന്ന എന്താ പറയാ, അതേപോലെയുള്ള പിന്നെ ആൾക്കാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഭാഗങ്ങൾ അവിടെ ഇവിടെയും, പിന്നെ അവർ SC അല്ല, ST അല്ല, അല്ലെങ്കിൽ OBC അല്ല, അതേപോലുള്ള കുറച്ച് വിഭാഗങ്ങളുണ്ട്. അവരെ കൂടി നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സർ, പിന്നെ വേറെ ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീ AK ബാലൻ അതുപോലെ തന്നെ പിന്നെ ഇവരൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ജൈന മതത്തെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. ഇന്നലത്തെ കേന്ദ്ര ക്യാബിനറ്റിൽ ഈ ജൈന മതവിഭാഗങ്ങളെ കൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചേർത്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ ഓൾറെഡി ഉണ്ടല്ലോ. അവർ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാർസിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങെന്തായാലും വളരെ ജനാധിപത്യവാദിയായിട്ടുള്ള ഒരു സുഹൃത്തും കൂടിയാണ് ഞാൻ ചോദിക്കുകയാണ്. ഈ മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാന് ക്യാബിനറ്റ് പദവി, എല്ലാ സൗകര്യങ്ങളും, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം, അവഗണിക്കപ്പെട്ട വിഭാഗം, ഭരണഘടനയിലെ പ്രൊവിഷൻ കൊണ്ട് നല്ല നിലയിൽ വളരുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അതിന്റെ ചെയർമാനെ കൂടി ആ നിലയിൽ പരിഗണിക്കണ്ടേ? അതൊന്ന് പ്രഖ്യാപിക്കാം. 7 കമ്മീഷനുകളുണ്ട്. പിന്നോക്ക വിഭാഗ കമ്മീഷൻ, SC ST കമ്മീഷൻ, മുന്നാക്ക കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, യൂത്ത് കമ്മീഷൻ, വിമൻ കമ്മീഷൻ, ചൈൽഡ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അങ്ങനെ 7 കമ്മീഷൻ ഉണ്ട്. അത് എല്ലാം കൂടി ഇപ്പൊ അത് പിന്നെ ഒരുമിച്ചാക്കി കൊണ്ടുവരുന്നുണ്ട്. ഒരു സംശയമില്ല, അതൊന്ന് പരിശോധിക്കാം. അല്ല, അത് പരിശോധിക്കാം. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരിശോധിക്കാം. പിന്നെ വേറൊന്ന്, ബഹുമാനപ്പെട്ട പിന്നെ നമ്മുടെ KT ജലീൽ സർ, അദ്ദേഹം ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധിയെ പറ്റി വളരെ കാര്യത്തിൽ പ്രസംഗിച്ചു. സർ, 2009 ഈ മദ്രസ ക്ഷേമനിധി നമ്മൾ ആരംഭിച്ചത്. അതിൽ 2012 മാർച്ച് വരെ വെറും 716 ആൾക്കാർ മാത്രമാണ് അതിൽ ചേർന്നത്. അത് പിന്നെ വേറെ ആരെങ്കിലും അതിനെതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടില് 1,30,000-ഓളം മദ്രസ അധ്യാപകരുണ്ട്. പക്ഷേ 716 പേര് മാത്രം അതിൽ ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം സർ, ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്ന നമ്മളെ കോർപ്പസ് ഫണ്ട് 10 കോടി രൂപ കോഴിക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ടായിരുന്നു ഈ ക്ഷേമനിധിയുടെ അംശതായ അന്ന് കൊടുത്തിരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട്, നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിലുള്ള മദ്രസ അധ്യാപകരൊന്നും പെൻഷൻ പിന്നെ എന്ത് തന്നെ അവർക്ക് കൊടുത്താലും ശരി പലിശ അവർ വാങ്ങിക്കില്ല എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് അതിൽ ആൾക്കാർ ചേരായിരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പിന്നെ ഫണ്ട് നമ്മൾ അവിടുന്ന് പിൻവലിക്കും, നമ്മൾ ട്രഷറിയിലിട്ടു. അങ്ങ് പറയുന്നത് സർവീസ് ബാങ്ക്, ജില്ലാ ബാങ്കിൽ 10 കോടി രൂപ കോർപ്പസ് ഫണ്ട് ഇട്ടു എന്നാണ്. അത് അറിയാമോ? പലിശയും കൂടി ചേർത്ത് 12 കോടി രൂപ മാറ്റിയത് അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? 1 ലക്ഷത്തി ചിലാൻ രൂപയോട് പലിശന്റെ പൈസ അല്ല, അത് വേറെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മളെ 10 കോടി രൂപ മാത്രമേ നമ്മൾ ഈ പിന്നെ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ എന്ന് പ്രത്യേകം ശ്രീ PT റഹീം മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ 700 എന്നുള്ളത് ഇപ്പോ 13,000 മെമ്പർമാരായിട്ട് അതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് 700 ആയിരുന്നു 3 വർഷം കൊണ്ട്. ഇപ്പൊ 1-2 വർഷം കൊണ്ട് നമ്മളത് 13,000 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലിശ ആയതുകൊണ്ടാണ് ഈ മുസ്ലിംമാർ ഇത് വാങ്ങാതിരുന്നത് 700 ആയത്. അത് നിങ്ങളെ കാലത്ത് ചെയ്തതാ. ബാങ്ക് പലിശ കൊടുത്തിട്ട് പലിശ ഹറാമാണെന്നുള്ള കാര്യം അറിയാലോ.
ആ ഹറാമായ കാര്യം വാങ്ങാൻ മുസ്ലിംമാരില്ല. പിന്നെ അതിലേ എന്നിട്ടും ഈ 700ഓളം പിന്നെ മദ്രസ അധ്യാപകർ ചേർന്നത് എന്താ അല്ലല്ല ശ്രീ പി ടി റഹീമിനോട് പറയാനുള്ളത്, എന്നിട്ടും 700ഓളം മദ്രസ അധ്യാപകർ ചേർന്നത് നമ്മ സഖാവ് ഉള്ളൂർക്കരുണ്ടല്ലോ അതേപോലുള്ള കുറച്ച് മൂല്യന്മാർ മാത്രമാണ്, അല്ലാതെ സാധാരണ ആൾക്കാരല്ല. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു പൈസയും നമ്മൾ ബാങ്ക് വഴി സർക്കാർ കൊടുത്തിട്ടില്ല. പലിശ മാറ്റിയല്ലോ മദ്രസാധ്യാപക ക്ഷേമനിധിയുടെ. ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞു ഈ സർക്കാർ വന്നിട്ട്. എന്നിട്ടും 1,30,000-ഓളം മദ്രസാധ്യാപകരിൽ 13,000 മാത്രമേ ഇപ്പോഴും ചേർന്നിട്ടുള്ളൂ. എന്താണ് അതിന്റെ കാരണമെന്ന് കണ്ടെത്തി പരമാവധി ഞാനിവിടെയാണ് ചോദിക്കുന്നത്. അതല്ല, 2.5 വർഷം കൊണ്ട് ഇത് മാറ്റിയിട്ടും 1,30,000-ഓളം ആളുകളുണ്ട് മൊത്തം കേരളത്തിൽ. 13,000 ആയിട്ടുള്ളൂ. അപ്പൊ എന്താണത് എന്ന് കണ്ടെത്തി പരമാവധി ആളുകളെ ചേർത്തെങ്കിലേ ഈ ക്ഷേമനിധി ലാഭകരമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോയി അതിന്റെ ആനുകൂല്യങ്ങൾ വളരെ നന്നായിട്ട് നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ പ്രവാസി ക്ഷേമനിധി അങ്ങ് തന്നെ നേതൃത്വം നൽകിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അങ്ങയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അത് ഉണ്ടായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അതിലും ആദ്യഘട്ടത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ചേർന്നിരുന്നുള്ളൂ. ഇപ്പോഴും സത്യത്തിൽ അതിലെ അംഗങ്ങളുടെ എണ്ണം ചുരുക്കമായിട്ട് തന്നെ തുടരുകയാണ്. ഇതിലേ ഈ മദ്രസ അധ്യാപകരുടെ എന്താണിത് കുറവാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് മാസം 100 രൂപ അടക്കണം. 50 രൂപ ഈ മദ്രസ അധ്യാപകരും 50 രൂപ നമ്മളെ കമ്മിറ്റികളാണ് അടക്കേണ്ടത്. ഈ കമ്മിറ്റികൾ പലതും അതിനടക്കാൻ തയ്യാറല്ല. അതുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം ഞങ്ങൾ അവരെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇനി അത് കൂടും. 1,30,000-ഓളം അല്ലെങ്കിൽ ഉള്ള എല്ലാ ആൾക്കാരെയും ഇതിൽ ചേർക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തും. സർ, വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ബാലൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് എന്റെ കൂടുതൽ നമ്മളെ കൂടുതൽ ആൾക്കാരെ നമ്മൾ ചേർക്കാനുള്ള ഒരു ഉദ്ദേശം നമ്മളിപ്പോൾ പ്രൊമോട്ടർമാരെ വെച്ചിട്ടുണ്ട്. ആ പ്രൊമോട്ടർമാർ വഴി നമുക്ക് കൂടുതൽ ചേർക്കാൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ശ്രീ എ കെ ബാലൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട് പോയി. എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ സുധാകരൻ സഖാവ് സുധാകരൻ അങ്ങ് അദ്ദേഹത്തോട് പറയുന്നത് എനിക്ക് പറഞ്ഞു. അദ്ദേഹം EMS-നെ പറ്റിയോ അല്ലെ EMS ഗവൺമെന്റിനെ പറ്റിയോ അല്ലെങ്കിൽ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയോ ഞങ്ങൾക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള വിരോധമില്ല. അവരെ ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് EMS-ന് ശേഷം ഞങ്ങൾ ആരെപ്പറ്റി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ കൊഴിഞ്ഞു പോകണു? അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഞാൻ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. മറ്റുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല. സർ, ഇതേ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ എ കെ ബാലൻ നോട്ട് ഇൻ ദ സീറ്റ്. പ്രമേയം സഭയുടെ അനുമതിയോടുകൂടി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ ടി അഹമ്മദ് കബീർ അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ശ്രീ കെ ടി ജലീൽ അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതി എല്ലാം പിൻവലിച്ചിരിക്കുന്നു. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച 14 നമ്പർ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന പ്രമേയത്തെ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു.